പലതരം ചേരുവയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാത്രിയിൽ കുറച്ച് അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ ഇൻസ്റ്റന്റ് ആയിട്ട് ഈ ദോശയും ചമ്മന്തി റെഡിയാക്കാം. ഒന്നും ചേർക്കാതെ തേങ്ങ അരച്ചാട്ടോ നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കുന്നത്. വളരെ ഫ്ലഫിയാണ്, സോഫ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പച്ചരി ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പച്ചരി ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ ബാറ്റർ പെട്ടെന്ന് ഫെർമെന്റ് ആവാനായിട്ട് സഹായിക്കും. അതുപോലെ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി ഇത് കുതിരാനായിട്ട് വെക്കാം. 4 മണിക്കൂർ തുടങ്ങി 8 മണിക്കൂർ വരെ വെക്കാം കേട്ടോ. നമ്മൾ ബാറ്റർ അരച്ചെടുത്ത ശേഷം പിന്നെ ഫെർമെന്റ് ആവാനായിട്ട് വെക്കുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിരണം. 4 മണിക്കൂറെങ്കിലും മിനിമം കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അരി കുതിരാൻ വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം. ദോശക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് ദോശ തയ്യാറാക്കാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. നന്നായിട്ട് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചെടുത്ത് അപ്പം തന്നെ നല്ല ജീരകം 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വേപ്പില 1 ഇതള്, വെളുത്തുള്ളി നല്ല വലിപ്പമുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം മതി കേട്ടോ. എൻ്റെ കുഞ്ഞിതായതുകൊണ്ടാണ് 6-7 ഒക്കെ എടുത്തേക്കുന്നത്. ഉള്ളി ഒന്ന് വാടുന്ന വരെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി ആട്ടോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വീണ്ടും ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആവണം. സവാളയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാടണം. ഒരുപാട് കളറൊന്നും മാറണ്ട. ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയിലിരുന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ആവും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 ഇഞ്ച് കഷ്ണം ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പൊട്ടുകടലയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഒരു പകുതി കൈപ്പിടി വരുന്ന അത്രയും മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പുളിക്കായിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് അല്ലെങ്കിൽ വാളംപുളി ഇട്ട് കൊടുത്താലും മതി. പുളി കൂടി പോവരുത് കേട്ടോ. കൂടിപ്പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. 1 ടേബിൾ സ്പൂൺ ഒക്കെ തൈര് മതിയാവും. നല്ല പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കാം. ഈ ഒരു ചമ്മന്തി പ്രത്യേക രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയത് കാരണം ഇനി ഇത് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചമ്മന്തി റെഡിയാണ്. ഇത് നമുക്ക് ദോശക്ക് കഴിക്കാം. വളരെ എളുപ്പമാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ദോശയ്ക്കായിട്ടുള്ള അരി രാത്രിയിലാട്ടോ നമ്മൾ കുതിരാനായിട്ട് വെച്ചത്. രാവിലെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. ഒരു 5-8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് കേട്ടോ അരി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. 3/4 കപ്പ് അവല് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയ ശേഷം സ്ട്രെയിൻ ചെയ്ത് വെക്കാം. അവല് കുതിരാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവലിലേക്ക് വെള്ളം ഒഴിച്ച് അപ്പം തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. അരി നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. ഇതിൽ വെള്ളം അധികം കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അരിയുടെ നിരപ്പിന് നിൽക്കാൻ കണക്കിനുള്ള വെള്ളം ആദ്യം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഒഴിച്ചേക്കുന്നത് വെള്ളം ഇച്ചിരി അധികമാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവല് കുതിർത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഭയങ്കര ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കണമെന്നില്ല, എന്നാൽ നന്നായിട്ട് അരയാൻ വേണം. ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പാകാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലി മാവിനൊക്കെ ഇത്തിരി ലൂസായിട്ടായിരിക്കും ദോശമാവ് ഇരിക്കുക. സാധാരണ നമ്മൾ ദോശമാവ് എങ്ങനെയാണോ ബാറ്റർ എടുക്കുക ആ രീതിയിൽ തന്നെ കൺസിസ്റ്റൻസി പാകാക്കി എടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. അതിന് പകരമായിട്ട് ഫ്രൂട്ട് സാൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈനോ ഫ്രൂട്ട് സാൾട്ട് ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട് സാൾട്ട് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ബാറ്റർ ഒന്ന് തെക്കാവും കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻസി പാകാക്കാൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുത്ത് പാകാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് കേട്ടോ. അങ്ങനെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. ദോശയുടെ ചട്ടി നിങ്ങൾ ഏതാണോ വെക്കൽ അത് അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് ചൂടായ ശേഷം ഇതേ രീതിയിൽ ബാറ്റർ ഒഴിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിയിൽ വെക്കരുത്. ജസ്റ്റ് ഒന്ന് തിന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. 30 തൊട്ട് 60 സെക്കൻഡിനുള്ളിൽ ഇത് കുക്കായി കിട്ടും കേട്ടോ. അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും കുക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ദോശകല്ല് നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്തതൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല.
വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. ദോശയുടെ ഒരു പ്ലഫിനെസ്സും നല്ലൊരു സോഫ്റ്റ്നെസ്സും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ നമ്മൾ വിട്ടുപോയതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ദോശയും ചമ്മന്തിയാണ്. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.